എല്ലാവർക്കും വീണ്ടും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്നിവിടെ ലാസ്റ്റ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ചാപ്റ്ററിനകത്തുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരു നല്ല ധാരണയാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് നോക്കുക. Can there be a physical quantity which has no unit and no dimension? യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടോ? ഉണ്ട്. സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്നൊക്കെയാണ്. നമ്മൾ പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാവും. സ്ട്രെയിനിന് നോ ഡയമെൻഷൻ, നോ യൂണിറ്റ്. അതുപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ അടുത്ത വർഷം നമ്മൾ പഠിക്കുന്നതാണ്. അതൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റും ഡയമെൻഷനും ഇല്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എക്സെട്ര. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ എ ക്വാണ്ടിറ്റി ഹാവ് ഡയമെൻഷൻസ് ബട്ട് സ്റ്റിൽ ഹാവ് നോ യൂണിറ്റ്? ഡയമെൻഷൻ ഉണ്ട്, പക്ഷെ യൂണിറ്റ് ഇല്ല. ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് യൂണിറ്റ് ഉണ്ടായേ പറ്റൂ. അപ്പൊ ഡയമെൻഷനകത്ത് എല്ല് വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മീറ്റർ ഉണ്ടായേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിറ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് നോ എന്നാണ് ആൻസർ. നോ. അതിന്റെ കാരണം എന്താണ്? ഇഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവ് ഡയമെൻഷൻ ദെൻ ദർ മസ്റ്റ് ബി എ യൂണിറ്റ്. പക്ഷെ തിരിച്ച് അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ക്യാൻ എ ക്വാണ്ടിറ്റി ഹാവ് യൂണിറ്റ് ബട്ട് സ്റ്റിൽ നോ ഡയമെൻഷൻ? യൂണിറ്റ് ഉണ്ട്, ഡയമെൻഷൻ ഇല്ല. അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ, പക്ഷേ അതിന് നോ ഡയമെൻഷൻ. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്ത യൂണിറ്റ് ഉള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ആംഗിൾ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനകത്തേക്ക് നമുക്ക് പോവാം. ഓൾ കോൺസ്റ്റന്റ്സ് ആർ ഡയമെൻഷൻലെസ്. കമന്റ്. എല്ലാ കോൺസ്റ്റന്റുകളും ഡയമെൻഷൻ ഇല്ലാത്തതാണ്. കമന്റ് ചെയ്യാൻ തെറ്റ്. നമ്മൾ ഗ്രാവിറ്റേഷൻ പഠിക്കുമ്പോൾ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അവിടെ വരുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് g m1 m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇതിന് യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും ഉണ്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അപ്പൊ എല്ലാ കോൺസ്റ്റന്റുകൾക്കും യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? റോങ് ആണ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Because gravitational constant has unit and dimension. An example. നമ്മൾ പറഞ്ഞതിന്റെ എക്സാമ്പിൾ ആണിത്. ഓക്കെ, ചില കോൺസ്റ്റന്റുകൾക്ക് യൂണിറ്റ് ഡയമെൻഷൻ ഉണ്ടാവില്ല. ഫോഴ്സ് കോൺസ്റ്റന്റ് ഉണ്ട്. ദ ഫോഴ്സ് എഫ് ഈസ് ന്യൂട്ടന്റെ സെക്കൻഡ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി, ഓർ എഫ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഈ കോൺസ്റ്റന്റിന് പറയുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. അതിന് നോ യൂണിറ്റ്, നോ ഡയമെൻഷൻ. ഇതിന് യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും ഉണ്ട്. അപ്പൊ ഫിസിക്കൽ കൊണ്ട് യൂണിറ്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റുകൾക്ക് യൂണിറ്റും വരാം, ഡയമെൻഷനും വരാം, യൂണിറ്റ് വരാതിരിക്കാം, എല്ലാം പോസിബിൾ ആണ്. അതുകൊണ്ട് അത് ഓർത്തിരിക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. ഡസ് എ ക്വാണ്ടിറ്റി ഹാവ് ഡിഫറെന്റ് ഡയമെൻഷൻസ് ഇൻ ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്? പല സിസ്റ്റത്തിനകത്ത് പല ഡയമെൻഷൻ വരുമോ? പല സിസ്റ്റത്തിൽ പല ഡയമെൻഷൻ വരത്തില്ല, പല യൂണിറ്റുകൾ വരും. അതായത് ഫോഴ്സിന് CGS-ലെ യൂണിറ്റ് ആണ് ഡൈൻ, SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. പക്ഷെ രണ്ടിടത്തെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? MLT⁻² തന്നെയാണ്. രണ്ടിടത്തും ഒരേ ഡയമെൻഷനാണ്, ഡയമെൻഷന് വ്യത്യാസം വരില്ല. അപ്പൊ അതുകൊണ്ട് ഡസ് എ ക്വാണ്ടിറ്റി ഹാവ് ഡിഫറെന്റ് ഡയമെൻഷൻസ് ഇൻ ഡിഫറെന്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്? നോ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് x is equal to a plus bt plus ct square, where x is in meter and t in seconds, find the unit of a, b and c. അപ്പൊ x is equal to a plus bt plus ct square. നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഇക്വേഷൻ ഓഫ് ഹോമോജിനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചുകൊണ്ട് എക്സിന്റെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും ബിടിയുടെ ഡയമെൻഷനും സി ടി സ്ക്വയറിന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം ബൈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അതിന്റെ അർത്ഥം എ എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷൻ ആണ്. എക്സ് ലെങ്ത് ആയതുകൊണ്ട് അതിന്റെ ഡയമെൻഷൻ എല്ലാണ്. അടുത്തത് ബിടിയുടെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എക്സ് ബൈ ടി ആയിരിക്കണം. എക്സ് ബൈ ടി എന്ന് പറയുന്നത് എൽ ബൈ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു -1. യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുക. യൂണിറ്റ് ആയതുകൊണ്ട് മീറ്റർ, ഇവന്റെ യൂണിറ്റ് ആയതുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് സി ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ എക്സിന്റെ ഡയമെൻഷൻ ആണ്. therefore സിയുടെ ഡയമെൻഷൻ എക്സ് ബൈ ടി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് അതിന്റെ ഡയമെൻഷൻ എൽ ബൈ ടി സ്ക്വയർ ഓർ ഇറ്റ് ഈസ് ഈക്വൽ എൽ ടി റൈസ് ടു -2 അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് മനസ്സിലായില്ലേ? സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7. The length of two bodies measured by a meter scale are L1 is equal to 20 plus or minus 0.5 and L2 is equal to 15 plus or minus 0.2 centimeter. Calculate sum of these length. L1 plus L2 എത്ര? നമ്മൾ അവസാനം എററിനകത്ത് പഠിച്ചതാണ്. L1 plus L2 എന്ന് പറയുന്നത് 20 plus 15 that is 35 plus or minus 0.5 plus 0.2 that is equal to 0.7 centimeter എന്ന് എഴുതണം. This is the answer. ഇവരുടെ ഡിഫറൻസ് എന്തായിരിക്കും? ദാറ്റ് ഈസ് L1 മൈനസ് L2 എന്തായിരിക്കും? 20 മൈനസ് 15 ദാറ്റ് ഈസ് 5 പ്ലസ് ഓർ മൈനസ് 0.5 പ്ലസ് 0.2. ഓർത്തോണേ 0.7 ആണ്. അവിടെ കൊണ്ടുവന്ന് എന്ത് എഴുതരുത്? 0.5 മൈനസ് 0.2 0.3 എന്ന് എഴുതരുത്. തെറ്റാണ്. ഇതാണ് ഡിഫറൻസിന്റെയും സമ്മിന്റെയും ഡിഫറൻസിന്റെയും ആൻസർ. സം ഈസ് ഈക്വൽ ടു ദിസ്, ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ദിസ്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് മനസ്സിലായിക്കോണേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി പി ഈസ് റിലേറ്റഡ് ഫോർ ഒബ്സർവബിൾസ് എ ബി സി ആൻഡ് ഡി ആസ് പി ഈസ് ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ബൈ റൂട്ട് സി ഡി. ദ പെർസെന്റേജ് എന്ന മെഷർമെന്റ് ഓഫ് എ ബി സി, അത് നമ്മൾ ആദ്യമേ നമ്മൾ എഴുതുക. പെർസെന്റേജ് എന്ന മെഷർമെന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1%, ബി ഈസ് ഈക്വൽ ടു 3%, സി ഈസ് ഈക്വൽ ടു 2%, D is equal to 3%. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന P എന്താണ്? P is equal to A ക്യൂബ് B സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് സി ഡി. ഞാൻ ആ റൂട്ട് സിയെ മാറ്റി എഴുതുന്നു. A ക്യൂബ് B സ്ക്വയർ ഡിവൈഡഡ് ബൈ സി റൈസ് ടു ഹാഫ് ഡി എന്ന് എഴുതുന്നു. റൂട്ട് റൈസ് ടു ഹാഫ് ആണ്. അപ്പോൾ പെർസെന്റേജ് എറർ ഇൻ പി എന്തായിരിക്കണം? 3 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ എ പ്ലസ് 2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ ബി പ്ലസ് 1/2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ സി പ്ലസ് പെർസെന്റേജ് എറർ ഇൻ ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 ഇൻറ്റു എയുടേത് 1 പ്ലസ് 2 ഇൻറ്റു ബിയുടേത് 3 പ്ലസ് ഹാഫ് ഇൻറ്റു സിയുടേത് 2 പ്ലസ് ഡിയുടേത് അഗൈൻ 3. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 6 പ്ലസ് 1 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 13%. ദിസ് ഈസ് ദ ആൻസർ. ചെയ്തത് മനസ്സിലായല്ലോ? ചെയ്തത് മനസ്സിലായി? എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോണേ. എ ക്യൂബ് ബി സ്ക്വയർ റൂട്ട് സി ഡി. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 9. The error in the measurement of radius of a circle is 0.6. That is റേഡിയസിനകത്തുണ്ടാകുന്ന പെർസെന്റേജ് എറർ 0.6% ആണ്. Then find the percentage error in the calculation of the area of a circle. Area of a circle എന്താണ്? Area A is equal to pi r square. അപ്പോൾ പെർസെന്റേജ് എറർ ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു പൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനകത്ത് എറർ ഇല്ല. അപ്പോൾ പെർസെന്റേജ് എറർ ഇൻ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ ആർ ദാറ്റ് ഈസ് 2 ഇൻറ്റു 0.6 or it is equal to 1.2%. This is the answer. Then question number 10. പത്താമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പത്താമത്തെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
length, breadth and thickness of a block is measured using vernier caliper. The percentage and the measurements are ആരുടെയൊക്കെ ലെങ്തിന്റെ പെർസെന്റേജ് 2, ബ്രെഡ്ത്തിന്റെ പെർസെന്റേജ് 1, തിക്നെസിന്റെ പെർസെന്റേജ് 3. അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റ് ദ പെർസെന്റേജ് ഓഫ് ഇൻ ഇറ്റ്സ് വോളിയം. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. Percentage error in volume is equal to percentage error in length plus percentage error in breadth plus percentage error in thickness. That is equal to 2 plus 1 plus 3. That is equal to 6%. That is the answer. Simple. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോറി, ഇതിനകത്ത് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 11th ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ H is equal to F V square by L. F is the force, V is the velocity and L is the angular momentum. നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ലാത്തതാണ്, കാരണം ആംഗുലാർ മൊമെന്റം ഒക്കെ ഇനി നമുക്ക് അങ്ങോട്ട് വരുന്ന വഴിയിൽ പഠിക്കുന്നതാണ്. റൊട്ടേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ഡയമെൻഷൻ എഴുതിയിട്ട് ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് H ആണ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പറയാം ഫോഴ്സിന്റെ ഡയമെൻഷൻ mL(t)⁻², വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(t)⁻1. ഇനി ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആംഗുലാർ മൊമെന്റം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ലീനിയർ മൊമെന്റം ഇൻറ്റു ലീനിയർ മൊമെന്റം എന്താണ്? mv, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L. അപ്പൊ mvL അതിന്റെ ഡയമെൻഷൻ എഴുതുമ്പോൾ എന്തായിരിക്കും വരിക? m velocity L(t)⁻1 into L, that is equal to mL²t⁻1. This is the dimension of angular momentum. അങ്ങനെയാണെങ്കിൽ Hന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? Fൻ്റെത് mL(t)⁻2. വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ L²t⁻2 ഡിവൈഡഡ് ബൈ ആംഗുലാർ മൊമെന്റം mL²t⁻1. എമ്മും എമ്മും കൂടെ ക്യാൻസലായി, L² L² കൂടെ ക്യാൻസലായാൽ ദാറ്റ് പിന്നെ ഇവിടെ ഒരു L കിടപ്പുണ്ട്. L(t)⁻4 ഡിവൈഡഡ് ബൈ t⁻1, ദാറ്റ് ഈസ് L(t)⁻3. ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് H. Hന്റെ ഡയമെൻഷൻ ഇതാണ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അടുത്തത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ പെർസെന്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് വെലോസിറ്റി ആൻഡ് മാസ്. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന പെർസെന്റേജ് 2%, മാസിൽ ഉണ്ടാകുന്ന പെർസെന്റേജ് 4% ആണെങ്കിൽ ഫൈൻഡ് ദ റെസ്പെക്റ്റീവ്ലി വാട്ട് ഈസ് ദ പെർസെന്റേജ് ഇൻ ദ കൈനറ്റിക് എനർജി. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? കൈനറ്റിക് എനർജി ഇക്വേഷൻ എഴുതുക, 12 mv². പെർസെന്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫിന് പെർസെന്റേജ് ഇല്ല, പെർസെന്റേജ് എറർ ഇൻ മാസ് പ്ലസ് 2 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ വെലോസിറ്റി. മാസിന്റെ എത്രയാണ്? 4 പ്ലസ് 2 into 2, that is equal to 8%. This is the answer. Okay. Then question number 13. 13ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ എഴുതിയ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. The correctness of an equation is checked by using the principle of homogeneity. For an example, x is equal to a plus bt plus ct square, where x is in meter and t in centimeter. What will be the dimension of b? B യുടെ ഡയമെൻഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ സാധനമാണ്. എക്സിന്റെ ഡയമെൻഷനും ബിടിയുടെ ഡയമെൻഷനും സെയിം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചുകൊണ്ട് ഇവരുടെ എല്ലാ ഡയമെൻഷൻസും സെയിം ആയിരിക്കണം. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? x/t, ദാറ്റ് ഈസ് ഈക്വൽ ടു L/t ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു L(t)⁻1. നമ്മൾ അവിടെ എഴുതിയതാണ്, അതുകൊണ്ട് ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. The radius of a sphere is given by r is equal to 1.03 meter. How many significant figure? ഇവര് 3 പേരും സിഗ്നിഫിക്കന്റ് ആണ്. Therefore total number of significant figure is equal to 3. അറിയാമല്ലോ significant figure? In between non zero digits 0 വരികയാണെങ്കിൽ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ 1 സിഗ്നിഫിക്കന്റ് ആണ്, 0 സിഗ്നിഫിക്കന്റ് ആണ്, 3. അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് അതിനകത്തുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 15. If the percentage are in calculating the radius of a sphere r is equal to 2%, then what is the percentage of the measurement of volume?
ഇത് എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. പല എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇത്. വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. റേഡിയസിനകത്തുള്ള പെർസെന്റേജ് 2 ആണെങ്കിൽ പെർസെന്റേജ് എറർ ഇൻ വോളിയം ഈസ് ഈക്വൽ ടു 4/3 പൈയില് എറർ ഇല്ല. അപ്പോൾ 3 ഇൻറ്റു പെർസെന്റേജ് എറർ ഇൻ ആർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6%. ദാറ്റ് ഈസ് ആൻസർ. മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ടോ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16. റൈറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഫോളോയിങ് ഡയമെൻഷൻസ്. ഇവരൊക്കെ ഏത് ക്വാണ്ടിറ്റി ആണെന്ന് എഴുതണം. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുക? mL(T⁻⁻1). m എന്ന് പറയുന്നത് മാസ്, അപ്പോൾ കിലോഗ്രാം. L(T⁻⁻1) എന്ന് പറയുന്നത് വെലോസിറ്റി, മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊമെന്റം. ലീനിയർ മൊമെന്റം ആണ് ഈ സാധനം. ഇനി അടുത്ത രണ്ടാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി mL²T⁻². നമുക്കറിയാം mL(T⁻²) ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ F ഇൻറ്റു S. F ഇൻറ്റു S എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വർക്കാണ്. അപ്പോൾ ഇത് വർക്കാണ് അല്ലെങ്കിൽ എനർജിയാണ്. വർക്ക് ഓർ എനർജി പഠിച്ചു വയ്ക്കുക. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഗിവ് എക്സാമ്പിൾ ഫോർ ദ ഫോളോയിങ്. ഒന്ന്, ഡയമെൻഷൻലെസ് യൂണിറ്റ്ലെസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഡയമെൻഷനും യൂണിറ്റും ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഡയമെൻഷനുമില്ല, യൂണിറ്റുമില്ല. ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ബട്ട് ഹാവിംഗ് SI യൂണിറ്റ്. ഏതാണ്? റേഡിയൻ. റേഡിയന് ഡയമെൻഷൻ ഇല്ല, പക്ഷെ യൂണിറ്റ് ഉണ്ട്. അടുത്ത 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് സെയിം ഡയമെൻഷൻ. ഒരേ ഡയമെൻഷനുള്ള 2 ക്വാണ്ടിറ്റികൾ. ഇപ്പോൾ നമ്മൾ എഴുതിയതേ ഉണ്ടായിരുന്നുള്ളൂ. വർക്കും എനർജിയും. വർക്കിന്റെയും എനർജിയുടെയും നിങ്ങൾക്ക് മനസ്സിലാകുന്ന 2 ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നു. കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ട്, പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല, അതുകൊണ്ട് പറയുന്നില്ല. സ്പീഡ്, വെലോസിറ്റി. ഡയമെൻഷൻ സെയിം ആണ്. പിന്നെ ഇത് എന്താ? ഫ്രീക്വൻസി, ആംഗുലാർ വെലോസിറ്റി. അതിപ്പോ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അത് നിങ്ങൾക്ക് ഏതിനകത്ത് മനസ്സിലായിക്കോളും. പിന്നെ സർക്കുലാർ മോഷൻ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 17. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 18. ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗർ ഇൻ. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. ദാറ്റ് ഈസ് 5 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഇവിടെ സീറോസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് എ ഫ്രാക്ഷണൽ നമ്പർ ഈസ് ഇൻസിഗ്നിഫിക്കന്റ്. ദെയർഫോർ ഓൺലി 1 സിഗ്നിഫിക്കന്റ് ഫിഗർ. ആൻഡ് പവർ ഓഫ് 10 സിഗ്നിഫിക്കന്റ് അല്ല. ഫ്രാക്ഷണൽ നമ്പറിന്റെ ലെഫ്റ്റിൽ വരുന്ന സീറോ സിഗ്നിഫിക്കന്റ് അല്ല. ഇവിടെയാണെങ്കിൽ മൊത്തം 4 സിഗ്നിഫിക്കന്റ് ഫിഗർ. കാരണം എന്തുകൊണ്ട്? ഓൾ സീറോസ് ഇൻ ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ? ഫ്രാക്ഷൻ കഴിഞ്ഞ് ഫ്രാക്ഷണൽ നമ്പറിൽ ആഫ്റ്റർ വരുന്ന നമ്പറിനും ശേഷം വരുന്ന സീറോ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 8 9 10 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. നിങ്ങൾ ആ പഴയ റൂളുകളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കോട്ടെ സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടുപിടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതും 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ദാറ്റ് ഈസ് പോയിന്റ് കഴിഞ്ഞ് വരുന്ന സീറോസ് ശേഷമുള്ള സീറോയെ പോലെ കൺസിഡർ ചെയ്യണം. Therefore അതൊക്കെ നമ്മുടെ നോട്ട്സിനകത്ത് നമ്മൾ പഠിപ്പിച്ച സമയത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നേരത്തെയുള്ള സിഗ്നിഫിക്കന്റ് ഫിഗർ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ വോൾട്ടേജ് അക്രോസ് എ വയർ ഈസ് V is equal to 100A plus or minus 5 and the current in the wire is equal to 100A plus or minus 0.2. Calculate the percentage error in R if it is to be calculated using the relation R is equal to V by I. R is equal to V divided by I. Okay. ഇതിനകത്ത്
percentage error in R is equal to percentage error in V plus percentage error in I. ഇതാണ് വരേണ്ടത്. അപ്പോൾ percentage error in V എത്ര? Percentage error in V is equal to 5 divided by 100 into 100. That is equal to 5%. Percentage error in I എത്ര? Percentage in I is equal to change divided by original into 100. That is equal to 2%. Therefore, percentage error in R is equal to 5 plus 2. That is equal to 7%. This is the answer. Clear? Clear ആക്കുക. അടുത്തത് question number 20. Find the error in the measurement of radius of a cylinder is 3%. ലെങ്തിനകത്തുണ്ടാകുന്ന percentage error is equal to 2%. And in mass is equal to 1%. Then എന്ത് കണ്ടുപിടിക്കാനാണ്? Find the percentage error in the measurement of density of that cylinder. Density എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Mass by volume. സിലിണ്ടറിന്റെ വോളിയം എന്താണ്? ഏരിയ പൈ ആർ സ്ക്വയർഡ്, ലെങ്ത് എൽ. Therefore, volume is equal to pi r squared L. Therefore, percentage error in density is equal to percentage error in mass A plus പൈക്ക് എറർ ഇല്ല 2 into percentage error in RA plus percentage error in length. That is mass in the percentage error 1 plus 2 into radius into the 3 plus length into the 2. That is equal to 9% error. 6 plus 2, 8, 8 plus 1, that is equal to 9. Okay. അടുത്ത question നോക്കാം. Next question, question number 21. In a simple pendulum, the percentage error in the measurement of length is equal to 3%. And the percentage error in the measurement of period is equal to 5%. Then what is the percentage error in the determination of acceleration? നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പഠിച്ചു കഴിഞ്ഞു ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. അതിനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്ത ഇതായിരുന്നു ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി വേർ കെ ഈസ് എ കോൺസ്റ്റന്റ്. നമുക്കിവിടെ ടൈം പീരീഡിന്റെ അല്ല വേണ്ടത്, ജിയുടെ പെർസെന്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ജിയെ സെപ്പറേറ്റ് ചെയ്യണം, അതിന് സ്ക്വയർ ചെയ്യുക. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എൽ ബൈ ജി ഓർ ജി ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എൽ ബൈ ടി സ്ക്വയർ. Therefore, percentage error in G is equal to percentage error in K, 0. K constant 0. Therefore, percentage error in length plus 2 into percentage error in T. Percentage error in length plus 2 into percentage error in T. ലെങ്തിനകത്തുള്ള പെർസെന്റേജ് എറർ എത്രയാണ്? 3 plus 2 into percentage error in T is equal to 5. Therefore, answer is equal to 13%. This is the answer. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ ആക്കുക. അടുത്തത് question number 22. Radius of a sphere is measured to be 5.3 plus or minus 0.1. Calculate the percentage error in the volume. Volume of the sphere is equal to 4 by 3 pi r cube. Percentage error in volume is equal to 3 into percentage error in radius. Percentage error in radius എത്ര? Percentage in radius is equal to change divided by original into 100. That is, it is equal to 100 divided by 53. 100 divided by 53. എനിക്ക് തോന്നുന്നു 100 divided by 53 ഏതാണ്ട് 1.9 വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1.9 ആൻസർ നോക്കുമ്പോൾ അറിയാം. Therefore, it is equal to 3 into 1.9. That is equal to ഉറപ്പ് 5.7%. ഇവിടെ 5.7 ആണ് കൊടുത്തിരിക്കുന്നത്. Therefore, 1.9 തന്നെ കണ്ടുപിടിക്കണം. Then നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 23rd. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ എന്നാൽ ഇതിനകത്ത് ക്വസ്റ്റ്യന് വ്യത്യാസമുണ്ട്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി പി ഈസ് ഈക്വൽ ടു റൂട്ട് എ ബി സി സ്ക്വയർ, അത് മൂന്നും റൂട്ടിനകത്താണ്. ഡി ക്യൂബ് ഇ റൈസ് 1/3 ഈസ് ഡിറ്റർമിൻഡ് ബൈ മെഷറിംഗ് എ ബി സി ഡി ആൻഡ് ഇ സെപ്പറേറ്റ്ലി വിത്ത് പെർസെൻറ്റേജ് എറർ. എയുടേത് 2, ബിയുടേത് 3, സിയുടേത് 2, ഡിയുടേത് 1 ആൻഡ് ഇയുടേത് 6% ആണെങ്കിൽ
മിനിമം എമൗണ്ട് ഓഫ് എറർ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ടോട്ടൽ പെർസെന്റേജ് അല്ല ചോദിക്കുന്നത്. ഏറ്റവും മിനിമം എറർ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യമേ നോക്കണം എയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? എ റൈസ് ടു ഹാഫ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 into 2, that is equal to 1% ആണ് എയുടെ കോൺട്രിബ്യൂഷൻ. ഇനി ബിയുടെ കോൺട്രിബ്യൂഷൻ നോക്കിയാൽ ബി റൈസ് ടു ഹാഫ്, റൂട്ട് കിടക്കുന്നതുകൊണ്ട് ബി റൈസ് ടു ഹാഫ്, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5%. അടുത്ത സി നോക്കിയാൽ റൂട്ട് സി സ്ക്വയർ, അത് സി തന്നെയാണ്. സിയുടെ പെർസെന്റേജ് അപ്പോൾ എത്രയാണ്? സിയുടെ പെർസെന്റേജ് 2% തന്നെയാണ്. അടുത്തത് ഡിയുടേത്, ഡി ക്യൂബ് ആണ്. അപ്പോൾ ഡി ക്യൂബ് ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 into പെർസെന്റേജ് എറർ ഇൻ ഡി. പെർസെന്റേജ് എറർ ഇൻ ഡി എത്രയാണ്? 1. 3 into 1 ഈസ് ഈക്വൽ ടു 3%. അടുത്ത ഇ എന്ന് പറയുന്നത് 6% ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ഇയുടേത് ഇ റൈസ് ടു 1/3 ആയതുകൊണ്ട് 1/3 into ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 into 6, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2%. അപ്പൊ ഇവിടെ ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്ന ആരാണ്? എ ആണ് ഏറ്റവും കുറച്ച് കോൺട്രിബ്യൂഷൻ. ബാക്കി 1.5, 2, 3, 2. ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് എ ആണ്. Therefore ആൻസർ ഈസ് ദിസ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ വീഡിയോസ് നിങ്ങൾ വീണ്ടും വേണ്ടുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമായിട്ടായിരിക്കും നമ്മൾ വരിക. മിക്കവാറും വെക്ടറിനെ കുറിച്ചുകൂടെ നമ്മൾ പറയും. അതിനുശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, ബൈ.